So children, today we will learn about chapter number 3, fields to kitchen. നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫീൽഡ്, അതായത് നിലങ്ങളിൽ നിന്ന് കിച്ചൺ വരെയുള്ളേക്കുള്ള ഫുഡിന്റെ ട്രാവലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പാടശേഖരം, നമ്മുടെ നിലങ്ങളിൽ നിന്ന് ഫുഡ് അവിടുന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ കിച്ചൺ വരെ എത്തുന്നതിനുള്ള ജേർണിയെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്പർ 3 പഠിക്കാൻ പോകുന്നത്. സോ ചാപ്റ്റർ നമ്പർ 3, fields to kitchen. Okay, it's page number 23. Those who are having books, please go to page number 23. Okay, chapter number 3, fields to kitchen. So agriculture is the main occupation in for larger number of people in India. As you all know, in India we got so many people who are engaged in agriculture. അല്ലേ? അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തില് കൃഷി നമ്മൾ പറയില്ലേ? നമ്മുടെ ഇന്ത്യയില് മേജർ പോർഷൻ, സോ ദെയർ ഓക്യുപ്പേഷൻ ഈസ് വാട്ട്? അഗ്രികൾച്ചർ ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഗോട്ട് ഓക്യുപ്പേഷൻ. വാട്ട് ഇറ്റ് ഈസ്? അഗ്രികൾച്ചർ. We get food, grains, vegetables, fruit, everything from the field. അല്ലേ? As you all know, we get നമ്മുടെ റൈസ്, വീറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? we get from where? we get from field. അല്ലെ? നിലങ്ങളിൽ നിന്നാണ്, കൃഷിയിടങ്ങളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങള്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് കിട്ടുന്നത് കൃഷിയിൽ നിന്നാണ്. കൃഷി നിലങ്ങളിൽ നിന്നാണ് നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, so then you got an activity in your book. Okay, starting chapter number 3 you got an activity. You can see one table. You need to complete the table. Okay, first column is like name of food items, second column is source of the food item, then third one is energy giving, then fourth one is method used for cooking. Okay, അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് റൈസ്, മിൽക്ക്, എഗ്, വീറ്റ് എക്സെട്ര. അതിന്റെ സോഴ്സ് നിങ്ങൾ എഴുതണം, അതിന്റെ എന്താണ് മെത്തേഡ് ഓഫ് കുക്കിംഗ് എഴുതണം. സോ യു ക്യാൻ ഗോ ത്രൂ ദ ആക്ടിവിറ്റി ഇൻ യുവർ ബുക്ക്. ഓക്കെ, പേജ് നമ്പർ 23. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ യു ക്യാൻ ഫിനിഷ് യുവർ ആക്ടിവിറ്റി in your page number 23 in your book. Okay, so next we will see what do you mean by an agriculture. Agriculture എന്ന് പറഞ്ഞാൽ എന്താണ്? So first we will learn what is a crop. Okay, here you can see one picture. Here you can see, okay, this is called a crop. What do you mean by a crop? A plant grown or cultivated on large scale. Okay, examples are fruit, vegetables, rice, wheat, etc. Crop എന്ന് പറഞ്ഞാൽ എന്താണ്? A plant grown or cultivated on large scale. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ചെറിയ പോട്ടിലൊക്കെ ഒന്നോ രണ്ടോ ചെടിയൊക്കെ വെക്കും അല്ലേ? ഇപ്പൊ ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ ഒരു ചെടി നിങ്ങളൊരു വീട്ടിലൊരു ചട്ടിക്കകത്ത് വെക്കും. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ആൻ അഗ്രികൾച്ചർ, റൈറ്റ്? അത് നിങ്ങളുടെ പേഴ്സണൽ വീട്ടിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചെയ്യുന്നതിനാണ്. സിംഗിൾ പ്ലാന്റ് ഒക്കെ നിങ്ങൾ വെക്കുന്നതിന് ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ആൻ അഗ്രികൾച്ചർ. സോ പ്ലീസ് ഡോണ്ട് റൈറ്റ് ഇൻ ദ സ്ക്രീൻ. സോ വാട്ട് യു മീൻ ബൈ അഗ്രികൾച്ചർ? വെൻ വി കൾട്ടിവേറ്റ് ഓൺ ലാർജ് സ്കെയിൽ, അതായത് ഒരു വലിയ ഏരിയയിൽ നമ്മൾ കുറെ ചെടികൾ നമ്മൾ നടുകയാണെങ്കിൽ, യു ക്യാൻ സീ ഫ്രം ദ പിക്ചർ സോ മെനി പ്ലാന്റ്സ് ആർ ദെയർ. ഓക്കെ, ഓൺ എ ലാർജ് സ്കെയിൽ, വലിയ ഒരു ഏക്കർ നിലം അല്ലെങ്കിൽ ഒരു പാടശേഖരം. നമ്മളിപ്പോ റൈസ് നമ്മുടെ നാട്ടിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നെല്ലൊക്കെ നമ്മൾ നടത്തില്ല, അതൊക്കെ ചെറിയ സ്ഥലത്തല്ലല്ലോ, നമ്മൾ വലിയ സ്ഥലത്തല്ലേ നടുക. സോ ദാറ്റ് ഈസ് കോൾഡ് കൃഷി. വെൻ വി കൾട്ടിവേറ്റ് എ പ്ലാന്റ് or when a plant is grown or cultivated on a large scale, ഒരുപാട് നിലത്തിൽ നമ്മൾ ഒരു പ്ലാന്റ്, ഒരു ചെടി നട്ട് വളർത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ക്രോപ്പ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, നമ്മൾ ഫ്രൂട്ട്സ് ഇപ്പം എന്താണ് മാംഗോ, മാങ്ങാത്തോപ്പൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് മാങ്ങാ മരങ്ങൾ, മാവൊക്കെ കാണും അല്ലേ? ഒരു സ്ഥലത്ത് ഒരു കുറച്ച് ഏരിയയിൽ നിറച്ച് മാവ് കാണും. സോ ദാറ്റ് ഈസ് ഗ്രോൺ ഓൺ എ ലാർജ് സ്കെയിൽ. സോ ഫ്രൂട്ട്സ്, അതുപോലെ റൈസ്, നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നെൽപ്പാടങ്ങൾ കാണും അല്ലേ? സോ ദാറ്റ് റൈസിന്റെ ചെടി ദാറ്റ് ഈസ് വി ആർ ഗ്രോയിങ് ഓൺ എ ലാർജ് സ്കെയിൽ. ഒരുപാട് വലിയ സ്ഥലത്താണ് നമ്മൾ റൈസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ആ ഇൻഡിവിജ്വൽ ചെടിക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ക്രോപ്പ്. A plant grown or cultivated on large scale, it is called a crop. Examples are fruit, vegetables, rice, wheat, etc. So then we will see what is an agriculture. What do you mean by agriculture? So what is agriculture? Cultivation of soil for growing crops to get
ഫുഡ് ആൻഡ് റോ മെറ്റീരിയൽസ്. നമ്മളിപ്പോൾ കുറേ ലാർജ് സ്കെയിൽ ഏരിയയിൽ നമ്മൾ ഒരു പ്ലാന്റ്, ഒരു ക്രോപ്പ് നട്ട് വളർത്തുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? അഗ്രികൾച്ചർ, കൾട്ടിവേഷൻ ഓഫ് സോയിൽ. നമ്മൾ മണ്ണിനെ റെഡിയാക്കണം ആദ്യം, അല്ലേ? മണ്ണിനെ റെഡിയാക്കി അതിനകത്ത് ക്രോപ്പ് നട്ട് ഓരോ ലാർജ് സ്കെയിൽ, വലിയ ഒരുപാട് നിലങ്ങളിൽ ക്രോപ്പ് നട്ട് അതിൽ നിന്ന് നമുക്ക് ഫുഡും റോ മെറ്റീരിയൽസ് ലൈക്ക് വെജിറ്റബിൾസും ഒക്കെ എടുക്കുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി, അല്ലേ? കൾട്ടിവേഷൻ ഓഫ് സോയിൽ ഫോർ ഗ്രോയിങ് ക്രോപ്സ് ടു ഗെറ്റ് ഫുഡ് ആൻഡ് റോ മെറ്റീരിയൽസ് ഈസ് കോൾഡ് അഗ്രികൾച്ചർ. നമ്മൾ അഗ്രികൾച്ചർ വഴി എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? റൈസ് കിട്ടും, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. നിങ്ങൾ വലിയ എന്താണ് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു കാണും, അല്ലേ? ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് അഗ്രികൾച്ചർ. വലിയ ഏരിയയിൽ നിങ്ങൾ എന്താ പറയുക, തേയിലയും കാപ്പിയും ഒക്കെ നട്ട് വളർത്തി അതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് ഫുഡും നമ്മുടെ എന്താണ് റൈസ്, വീറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ അതിനെ നമുക്ക് കിട്ടുകയാണ്. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് വാട്ട്? അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഈസ് ദ കൾട്ടിവേഷൻ ഓഫ് സോയിൽ ഫോർ ഗ്രോയിങ് ക്രോപ്സ് ടു ഗെറ്റ് food and raw materials. So next we will see what is the meaning of the word agriculture. അഗ്രികൾച്ചറിനെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ അഗ്രി മീൻസ് ലാൻഡ്, നിലങ്ങൾ. ഓക്കെ, നമ്മുടെ കൃഷി നിലങ്ങളിലാണ് അഗ്രി മീൻസ് ലാൻഡ്. വാട്ട് യു മീൻ ബൈ കൾച്ചർ? കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾട്ടിവേഷൻ. സോ ടുഗെദർ ഇറ്റ് ഈസ് ദ വേർഡ് ഈസ് കോൾഡ് അഗ്രികൾച്ചർ. അഗ്രി means land, culture means cultivation. So land cultivation ആണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത്. നമ്മൾ നിലങ്ങളെ റെഡിയാക്കി അതിൽ ക്രോപ്പ് നട്ട് അതിനകത്ത് നമുക്ക് ഫുഡും റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. സോ അഗ്രി മീൻസ് ലാൻഡ്, കൾച്ചർ മീൻസ് കൾട്ടിവേഷൻ. ഓക്കെ, സോ ദെൻ we will see. So in agriculture, these process is also involved, like horticulture, livestock rearing and fisheries. Agriculture എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രോസസ് അതിനകത്ത്? ഹോർട്ടിക്കൾച്ചറിനെ നമ്മൾ അഗ്രികൾച്ചറിനകത്ത് പെടുത്തും. ലൈഫ് സ്റ്റോക്ക് റിയറിംഗ്, ഫിഷറീസ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾട്ടിവേഷൻ ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ്. നമ്മൾ ചെടികൾ എന്താണ്, നമുക്ക് പൂന്തോട്ടങ്ങൾ റെഡിയാക്കുന്നില്ലേ? പൂന്തോട്ടങ്ങൾ, പൂവുകളുള്ള ചെടികളും ഭംഗിയുള്ള ചെടികളും നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നില്ലേ? ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പശുവിനെയും കോഴീനെയും ഒക്കെ വളർത്തില്ലേ? അതായത് മീറ്റ്, മുട്ട, പാലിനൊക്കെ വേണ്ടി നമ്മൾ കന്നുകാലികളെ വളർത്തില്ലേ? പശുവിനെയും കോഴിയെയും മുയലിനെയും ഒക്കെ, അതുപോലത്തെ മൃഗങ്ങളെ വളർത്തുന്നതിനാണ് ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് എന്ന് പറയുന്നത്. ഫിഷറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മീൻ വളർത്തുന്നത്, അല്ലേ? വലിയ വലിയ കുളങ്ങളിലൊക്കെ മീനിനെ വളർത്തുന്നത്. സോ ഓൾ ദീസ് പ്രോസസ് ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് അഗ്രികൾച്ചർ. സോ അഗ്രികൾച്ചറിനകത്ത് നമ്മൾ ക്രോപ്പ് നടുന്നുണ്ട്, നമ്മൾ ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾട്ടിവേഷൻ ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ്, പൂക്കളുള്ള ചെടികൾ, ഭംഗിയുള്ള ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെടികൾ, അതിനെ വളർത്തുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റോക്ക് റിയറിംഗ്, നമ്മൾ കന്നുകാലികളെ വളർത്തുന്നത്, പശുവിനെയും കോഴീനെയും ആടിനെയൊക്കെ വളർത്തത്തില്ലേ നമ്മൾ പാലിനും മുട്ടയ്ക്കും മിൽക്കിനൊക്കെ വേണ്ടിയിട്ട്. സോ അതുകൂടാതെ ഫിഷറീസ്. സോ ഓൾ ദീസ് പ്രോസസ് ആർ ഇൻവോൾവ് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെയുള്ള പോർഷൻ ആണ് ലൈക്ക് ഹോർട്ടിക്കൾച്ചർ, ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് ആൻഡ് ഫിഷറീസ്. ടുഗെദർ ഓൾ ദീസ് പ്രോസസ് comes under agriculture. These are the different steps involved in agriculture. Okay, now I'll show you one video. Hello, children. We all know that early humans lived in the forest. They hunted wild animals
ചിൽഡ്രൻ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. സം നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, വരുന്നില്ല, വീഡിയോ ലോഡ് ചെയ്യുന്നില്ല. നമുക്കത് വീഡിയോ ലോഡ് ആകുമ്പോൾ ടീച്ചർ കാണിക്കാം. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? അഗ്രികൾച്ചറിനെ പറ്റി നമ്മളിപ്പോ പറഞ്ഞത് യെസ്, ടെൽ മീ. എല്ലാം എന്താണ്? ഹോർട്ടിക്കൾച്ചറിന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? Hello, children. We all know that early humans lived in the forests. They hunted wild animals and gathered fruits, roots, and leaves for food. You can see the video Gradually, now. they learned to sow seeds, plant trees, and keep animals. Early humans could cultivate wheat, barley, millets, and rice. The early farmers used tools that were crude and made of stone and wood. Food is the most essential thing for everyone. Farmers work day and night to provide us grains, vegetables, and other food items. But the state of most farmers is not good. They work on rented land, as a result of which they have to give a major share of their earnings to the landowners. Preparing the fields and growing crops is not easy. At first, the farmers plow the fields to loosen the soil and to make it soft. Once the field is ready, they add fertilizers and pound the soil using tools or harrows. Then they sow the seeds. Afterwards, they water their fields. The process of watering of crops is called irrigation. Farmers protect their crops from insects and pests by sprinkling insecticides from time to time. Farmers use different irrigation techniques for different types of crops. Some examples are flood irrigation, furrow irrigation, sprinklers, and drip irrigation. Today, many machines and tools have been developed to make the farming task easier and faster, such as tractors, threshers, harrow, pipes, and pumps. Hope you had fun learning about agriculture. So, children, I